പ്രമോദ CPM പോലൊരു പാർട്ടി, താങ്കൾ ഇത്രയും വർഷം പ്രവർത്തിക്കുന്ന ഒരാളാണ്, കൃത്യമായ തെളിവും കാര്യങ്ങളും ഇല്ലാതെ അങ്ങനെ ഒരു പാർട്ടി ഒരാൾക്കെതിരെ നടപടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ നാട്ടിൽ കോട്ടൂളി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് യുവധാര കോട്ടൂളി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടന നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതെൻ്റെ നാട്ടുകാർക്കറിയാം. ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ സൗഹൃദങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്നതാണ്. ഈ സംഘടിപ്പിച്ച് നടത്തുന്നതിനകത്ത് ആളുകൾക്ക് സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ നാടിന് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാനൊരു മോശപ്പെട്ട ആളാണോ? ഞാനൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി കാട്ടുന്നത്? അത് പറയണ്ടേ? ഞാനിങ്ങനെ അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകനും അടങ്ങുന്നതാണ് ഏറ്റവും അവസാനം ഞാൻ മറുപടി പറയേണ്ട ആൾക്കാർ. അല്ലേ, ഞാൻ അവസാനം തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവുക. എൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കുക. എൻ്റെ മകനോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. എൻ്റെ ഭാര്യയോടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും എൻ്റെ അടുത്ത, നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ ആൾക്കാരെ മാത്രം എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഇത്രയും കാലത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രയാസപ്പെട്ട് ജീവിച്ചു വന്ന ഒരാൾ. അതായത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കോഴിക്കോട് നഗരത്തിലെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് പ്രമോദ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച അയാളെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയി മയക്കുവടി വെച്ച് കൊന്നു തീർക്കാം. മനസ്സിലായില്ലേ? എല്ലാ വഴികളുണ്ട്. പ്രമോദ് ആരായി കൊല്ലാൻ നോക്കിയത്? അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്തു നിന്നാണോ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. ആ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇത്രയും കാലമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് എവിടെ നിന്നാണ്? എനിക്കിങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് ആരാണ്? എൻ്റെ മേൽവിലാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ, അതായത് ഞാൻ ഈ മാഫിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഈ പറയുന്ന ഇത്രയും അദാലത്തിൽ ഞാൻ പങ്കെടുത്ത കടലാസാണിത്. മനസ്സിലായി? ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ജീവിതമാണിത്. ആ ജീവിതത്തിനകത്ത് ഇത്രയും പ്രതിസന്ധികളുള്ള ഒരാൾ ഇങ്ങനെ ഒരു മാഫിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ ആരോപണമോ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഉണ്ടാവണ്ടേ? അത് തെളിയിക്കണ്ടേ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണ്. ഞാൻ ആരെങ്കിലും ഒരാളെ വെല്ലുവിളിക്കാനോ എൻ്റെ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താനോ അല്ല. എൻ്റെ പ്രസ്ഥാനം ഇത്രയും ദിവസമായിട്ട് സമൂഹത്തിനകത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരാളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യതയോട് കൂടി തന്നെയാണ് പറയുക. പക്ഷേ ആ പറയുന്ന സാധനത്തിനകത്ത് ഓരോ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് പറയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ മക്കളാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയ മനുഷ്യൻ്റെ അമ്മയോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ, ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. എനിക്ക് ഈ പാർട്ടി നടപടിയെടുക്കുമ്പോൾ പാർട്ടിക്ക് ഇതിലൊരു വ്യക്തത വേണ്ടത്. അങ്ങനെ പുറത്താക്കി അറിയില്ല. ആ ബോധ്യം എന്താ പാർട്ടിക്ക് വരാത്തത്? അതെനിക്ക് അറിയില്ല. അറിയാത്തൊരു കാര്യത്തിന് വില നമ്മൾ സാക്ഷിയാക്കപ്പെട്ടു എന്നുള്ളത് ചിന്തയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കൊക്കെയോ വേണ്ടി രക്തസാക്ഷിത്വം അല്ല. നമ്മളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷി ആവുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനമുള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആവുന്നതിനകത്ത് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. അത് ഞാൻ ആവും. ഇപ്പോൾ ആർക്കോ വേണ്ടി രക്തസാക്ഷി ആയിട്ടുണ്ടോ? ആർക്കും അങ്ങനെ എനിക്ക്, അതായത് ആർക്കോ വേണ്ടി രക്തസാക്ഷി ആവണ്ടല്ലോ. 6 ആളിവിടെ വരണ്ടേ? തോന്നലുണ്ടോ? അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതമാണ്. ഇതാ എൻ്റെ ജീവിതം, ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ വെച്ചതിനകത്ത് ഇങ്ങനെ ഒരു കാര്യത്തിനകത്തെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പറയണ്ടേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ അകത്തൊരു സത്യസന്ധത ഉണ്ടാവുള്ളൂ. പറയണം. ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ പ്രമോദേ.
പ്രമോദ്, ഒരു കാര്യം കൂടി, താങ്കൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നല്ലോ. ഈ കോഴിക്കോട് CPM ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ വിഭാഗീയത അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ പ്രവർത്തിക്കുന്ന സമയത്ത്? അതായത് സുഹൃത്തുക്കളെ, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഒരാളെന്നല്ല. അത് സുഹൃത്തുക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷത്തിൻ്റെയും കൂടെ അല്ലാതെ ഈ കോഴിക്കോട് നഗരത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. ഈ കോവിഡ് കാലത്ത് ഈ നഗരത്തിനകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക്, പേരറിയാത്ത വീടറിയാത്ത മനുഷ്യർക്ക് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞത് വരെ ഭക്ഷണം കൊണ്ടുകൊടുത്ത മനുഷ്യനാണ് ഞാൻ. ആ കൊണ്ടുകൊടുത്ത മനുഷ്യൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു സ്നേഹത്തിലും അതിൻ്റെ കാര്യത്തിലുമാണ് പോകുന്നത്. ഇവിടെ കോവിഡ് ഉണ്ടായ സമയത്ത്, പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിനകത്തും എന്തുണ്ടായിട്ടുണ്ട്? പ്രമോദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിനകത്ത് എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, അതിനപ്പുറത്തില്ല. അതുതന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഇത്രയും ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് ഉൾപ്പെടെ ഇങ്ങനെ ചിത്രം വെച്ച് പ്രമോദ് കോട്ടൂളി എന്ന് പറയുമ്പോൾ എനിക്ക് അവസാനമായി മറുപടി പറയേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ ഏരിയ കമ്മിറ്റി അംഗമോ എന്തോ ആവട്ടെ, ഞാൻ ഒരു മകനാണ്. മനസ്സിലായി, ഞാനൊരു മകനാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം അമ്മയെ വിഷമിപ്പിക്കരുതെന്നാണ്. ആ അമ്മയെ വിഷമിപ്പിക്കാൻ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടുള്ളൂ. എൻ്റെ അമ്മ അവനങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ. അത് പാർട്ടിയിൽ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. ഇവന് ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും അതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നൂലേ, ഏതൊരു മനുഷ്യന്മാർക്കും തോന്നൂലേ, അത് എനിക്കും തോന്നുന്നു. എൻ്റെ മോൻ പൈസ എന്തായാലും വാങ്ങിയിട്ടില്ല. പൈസ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇതല്ലല്ലോ ഞങ്ങളെ വീട്ടിലെ സ്ഥിതി ഉണ്ടാവുക. പ്രമോദ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ തെളിവുകൾ പ്രമോദിന്റെ കയ്യിലുണ്ടോ? ഒരു മനുഷ്യനെ അയാൾ നുണ പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആധുനിക സംവിധാനത്തിനകത്ത് എന്തുണ്ട്? നുണ പരിശോധന നടത്താം, അല്ലേ? പിന്നെ അയാളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്കാനിങ് നടത്താം, എക്സ്റേ നടത്താം. ഈ നുണ പരിശോധനയ്ക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ റെഡിയാണ്. അതെനിക്കറിയില്ല. ഇക്കാര്യത്തിൽ ഒരു ഭരണപരമായ അന്വേഷണം വേണം താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള അന്വേഷണം വേണം. എല്ലാ തരത്തിലുള്ള അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവണം. പോലീസ് അന്വേഷണം ഞാൻ പ്രമോദ് എന്നുള്ള എനിക്ക് പരാതി കൊടുക്കല്ലോ. ഞാൻ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കാൻ നാളെ അടുത്ത ദിവസം. വണ്ടിയുടെ ബാക്കിൽ ഫോണുണ്ടോ? അതിന് മതിയായ കാരണങ്ങളില്ല. പാർട്ടിക്ക് ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല, താങ്കളെ പുറത്താക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലേ, എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവ് പോലെയാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്നുള്ളത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യാണ്? ജീവിക്കാൻ വിടാതെ ഇങ്ങനെ എത്ര ഒരാഴ്ചയായി. പാർട്ടിയുടെ തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമമാണ്. അതൊന്നും എനിക്ക് അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും ഭാഗമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗമായി നിന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് എൻ്റെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. എനിക്ക് ആരെയും തോൽപ്പിക്കണ്ട. എനിക്ക് ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തിനെയും ഒന്നും എൻ്റെ പ്രസ്ഥാനം തോറ്റു കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല. പക്ഷെ എന്താണ്, എൻ്റെ അമ്മ ആൾക്കാരെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല. അതെ, എന്ത് കിട്ടും നോക്കാം. പാർട്ടി നടപടി പുനഃപരിശോധിക്കണമെന്ന് അഭിപ്രായം? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും എൻ്റെ ലക്ഷ്യമേ അല്ല, എൻ്റെ ആവശ്യമല്ല. ഓക്കെ. PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടിക്ക് വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രമോദ് കോട്ടൂളി ഈ നിയമ നടപടിയെക്കുറിച്ച് പല കാര്യങ്ങളും പൂർണ്ണമായി പറയാതെ തൻ്റെ കുടുംബത്തെയും അമ്മയെയും മാത്രം ബോധ്യപ്പെടുത്താൻ മതി സത്യസന്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഒപ്പം
ഒരു അന്വേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിയമപരവും ഭരണപരവുമായിട്ടുള്ള അന്വേഷണം കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുകൂടി പ്രമോദ് പറയുന്നു. പല തരത്തിൽ എന്തായാലും ഈ വിഷയം ഒരു നടപടിയിലൂടെ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ സൂചകങ്ങൾ കൂടിയാണ് പ്രമോദ് കോട്ടൂളി ഈ വിവാദ വിഷയത്തിൽ പങ്കുവയ്ക്കുന്നത്. പാർട്ടിയെ വരും ദിവസങ്ങളിലടക്കം ചോദ്യമുനയിൽ നിർത്തിയേക്കാവുന്ന പലതരത്തിലുള്ള പരാമർശങ്ങളും പല പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകാതെ പലതിലേക്കും സൂചകങ്ങൾ നൽകുന്ന തരത്തിൽ അർത്ഥവിരാമം ഇട്ടുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം ഈ നടപടിക്ക് ശേഷം വരുന്നത് എന്നുള്ളതാണ്.